നമസ്കാരം. CPMന്റെ വിവിധ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും മന്ത്രിമാർക്കും എന്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കും എതിരെ വരെ ഉയർന്നു വന്നത്. ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ പല പ്രവൃത്തികളും തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ തിരിച്ചടിയായി CPMനും ഇടതുപക്ഷത്തിനും മാറി എന്ന ഒരു അഭിപ്രായമാണ് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇരുത്തിക്കൊണ്ടായിരുന്നു ഈ വിമർശനങ്ങൾ എന്നത് ശ്രദ്ധേയം. ഇപ്പോൾ CPMന്റെ അടിത്തറയ്ക്ക് വലിയ കോട്ടം തട്ടി എന്ന് ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സമിതി റിപ്പോർട്ടിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റത് അടിത്തറ ഇളക്കുന്ന തോൽവിയാണ്. ഒരു സ്വാധീനവുമില്ലാത്ത മേഖലകളിൽ പോലും BJP വോട്ടുയർത്തി. കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒരു പ്രവർത്തനവുമില്ലാതെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJPയുടെ വോട്ട് ഗണ്യമായി ഉയർന്നു. ബൂത്തിൽ ഇരിക്കാൻ ആളില്ലാതിരുന്നിടത്ത് പോലും BJPക്ക് ലീഡ് വന്നു. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് ക്രമാതീതമായി ചോർന്നു. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് എത്തി എന്നും CPM ഇപ്പോൾ വിലയിരുത്തുകയാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് M. സ്വരാജ് വായിച്ചത്. കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത സംഘടനാ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത്. BJPയുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല അവർക്ക് വോട്ട് വർദ്ധിച്ചത്. CPMന്റെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നതുകൊണ്ടാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ BJP പ്രതിനിധികൾ ജനപ്രിയരാകുന്നുണ്ട്. എന്നാൽ CPM ജനപ്രതിനിധികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നും പാർട്ടി വിലയിരുത്തി. കേന്ദ്ര സർക്കാർ പണം തരാത്തതിനാലാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ പാർട്ടി പ്രവർത്തകർ താൽപ്പര്യം കാണിച്ചില്ല എന്നാണ് മറ്റൊരു വിലയിരുത്തൽ. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിംഗിൽ ഇടം ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാതിരുന്നാൽ ജനങ്ങൾ കൂടുതൽ അകന്നു പോവുകയുള്ളൂ എന്ന ഒരു ധാരണയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ നൽകിയത്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും കൃത്യമായി മുഖ്യമന്ത്രി അടക്കം പ്രതികരിച്ചില്ല. ഒപ്പം MV ഗോവിന്ദൻ പ്രതികരിച്ചത് വിനയാവുകയും ചെയ്തു. ന്യായീകരിക്കാൻ പല വാക്കുകൾ തേടിയെങ്കിലും ഒരു ന്യായീകരണവും പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ഏറ്റില്ല എന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ ഇപ്പോൾ ജില്ലാ നേതാക്കൾക്ക് ഉണ്ട്. മാത്രമല്ല CPMന്റെ അടിത്തറ ഇളകി എന്ന് സമ്മതിച്ചത് തന്നെ വലിയ ഒരു കാര്യമായി കാണേണ്ടതുണ്ട്. CPMന് ഒരു കുഴപ്പവുമില്ല, CPM ചെയ്യുന്നതെല്ലാം ശരിയാണ്, പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ പറയുന്നതാണ് വേദവാക്യം എന്ന് ന്യായീകരിക്കുന്നതാണ് പൊതുവെ CPMന്റെ ഒരു പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അടിത്തറ ഇളകി ഇനി പൊളിഞ്ഞു വീഴാൻ അധികം താമസമില്ല എന്ന കാര്യം ഇപ്പോൾ പാർട്ടി തന്നെ സമ്മതിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിയുടെ അപചയത്തിൻ്റെ ഒരു സൂചനയാണ്, അധപ്പതനത്തിൻ്റെ ഒരു സൂചനയാണ് എന്ന പൊതുവിലയിരുത്തൽ നേതാക്കൾക്ക് ഉണ്ട്. വ്യക്തികേന്ദ്രീകൃതമായി പാർട്ടി മാറുമ്പോൾ, ഏകാധിപത്യ പ്രവണത പാർട്ടിയിൽ കടന്നു വരുമ്പോൾ, പാർട്ടി അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും സോഷ്യലിസം, കമ്മ്യൂണിസം തുടങ്ങിയ തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പുതിയ രീതിയിലുള്ള അത്യാധുനിക സാങ്കേതിക തത്വങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഏകാധിപത്യത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുമ്പോൾ ഈ തിരിച്ചടി സ്വാഭാവികമാണ്. ഇതുതന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സംഭവിച്ചത് എന്ന വിലയിരുത്തൽ കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പാർട്ടി അടിത്തറ ഇളകി ആടി ഉലയുമ്പോൾ ഇവിടെ ന്യായീകരണങ്ങളുമായി പലരും രംഗത്ത് വരാറുണ്ട്. ഇക്കുറി അത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊന്നും വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ശക്തമായി തന്നെ ഈ ഒരു സംവിധാനത്തെ വിമർശിച്ചുകൊണ്ട് അധോലോക രംഗത്തും സ്വർണം കടത്ത് രംഗത്തുമൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ മക്കളുമൊക്കെ ഇടപെടുന്നു എന്ന ഒരു അഭിപ്രായവും പരാതിയും ആരോപണവും ഒക്കെ വന്ന സ്ഥിതിക്ക് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് സത്യം പറഞ്ഞാൽ CPM ചെയ്തത്. മാത്രമല്ല പ്രാദേശികമായി തദ്ദേശീയമായിട്ടുള്ള നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കണ്ണൂരിൽ നിന്ന് പലകുറി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വിവിധ പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങളും പ്രതിനിധികളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ജനങ്ങളോട് വളരെ, സ്ത്രീകളടക്കമുള്ള ജനങ്ങളോട് വളരെ അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ള പരാതി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലാ ഘടകം അത് കാര്യമായി എടുത്തില്ല. അതിൻ്റെയൊക്കെ ഫലമാണ് ഈ തോൽവി എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി തന്നെ വിലയിരുത്തുന്നത്. അടിത്തറ ഇളകിയിരിക്കുന്നു, ഇനി അടിത്തറ ശക്തിപ്പെടുത്താനുള്ള ശക്തമായ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകും എന്നാണ് പറയുന്നത് ഇപ്പോൾ CPM.